ഹലോ എവരി വൺ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സർക്യൂട്ടാണ് നിങ്ങൾ കാണിക്കുന്നത് 3D സർക്യൂട്ട്. 3D സർക്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 12 വയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ക്യൂബ് ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ക്യൂബ് ഷേപ്പിൽ നിന്നുണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. സോ നോർമലി നിങ്ങൾക്ക് ആ ടേംസുകൾ ബൈഹാർട്ട് ആയിരിക്കും, എന്നാൽ അത് കുറച്ചും കൂടി ഈസിലി എങ്ങനെ ഓർത്ത് വെക്കാം അതിനുള്ളൊരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാം, ഇതാണ് നമ്മുടെ 12 വയേഴ്സ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന 12 വയേഴ്സിൻ്റെ റെസിസ്റ്റൻസ് 6 ആണ്. സോ സെയിം റെസിസ്റ്റൻസ് ഉള്ള 12 വയേഴ്സ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്യൂബ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്യൂബ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് 3 ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യപ്പെടും. 3 ചോദ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ക്യൂബിൻ്റെ എഡ്ജിൽ നിന്നുണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ലൈക്ക് ദിസ്. ഇവിടെ നിങ്ങളൊരു ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലുണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ക്യൂബിൻ്റെ ഫ്രണ്ട് ഫേസിലുണ്ടാവുന്ന ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഫേസിലുണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ബോഡി ഡയഗണൽ, അതായത് ക്യൂബിൻ്റെ ഒരു എൻഡ് ഇവിടെയും ബാക്കിലുള്ള എൻഡിൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ചോദിക്കുന്ന സമയത്ത് നോർമലി ആ ടേംസ് ഓർത്ത് വെക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് കേസ് എഡ്ജ് എടുക്കാം, അതേപോലെ തന്നെ സെക്കൻഡ് കേസ് ഫേസ് ഡയഗണൽ എടുക്കാം, അതേപോലെ തന്നെ തേർഡ് കേസ് ബോഡി ഡയഗണൽ എടുക്കാം. ഈ ഒരു ഓർഡർ നിങ്ങൾ ആലോചിക്കുക. എഡ്ജ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ വയസ്സിൻ്റെ റെസിസ്റ്റൻസ് 6 ആണ്. അതേപോലെ ഇതാണ് ഫേസ്, ഇവിടെയാണ് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അതേപോലെ ബോഡി ഡയഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ഇവിടെയാണ് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കേണ്ടത്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അക്രോസ് AB, അതേപോലെ ഫേസിലുണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതേപോലെ ബോഡിയിലുണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എല്ലാം ആലോചിക്കാൻ ഒരു സിമ്പിൾ ഐഡിയ. എങ്ങനെ, എല്ലാത്തിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, റെസിസ്റ്റൻസ് എന്നിട്ടുള്ള ടൈം ആഡ് ചെയ്യാം. ദെൻ ദ ഓർഡർ ഈസ് 1 2 3 4 5 6 and 7. ദിസ് ഇസ് ദ സിമ്പിൾ ഓർഡർ. അപ്പോൾ നിങ്ങൾ നോക്കണേ, നമ്മൾ എഴുതി പോകുന്ന ഓർഡർ നോക്കുക. എഡ്ജ് എന്നാവുന്ന സമയത്ത് 1 2 3 4 5 6 and 7. ഈ ഒരു ഓർഡർ ആലോചിക്കുക നിങ്ങൾ. 7/12R, 3/4R, 5/6R. സോ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 12ൻ്റെ ഫോമിലേക്ക് ആക്കുകയാണെങ്കിൽ 9/12R എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 10/12R എന്ന് വിളിക്കാം. അതായത് 12ൻ്റെ ഫോമിലേക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ബൈഹാർഡ് പഠിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ബൈഹാർഡ് പഠിക്കേണ്ട, ഈ ഒരു ഓർഡർ ആലോചിച്ചാൽ മതി. 1 2 3 4 5 6 7, 7/12R, അതേപോലെ 3/4R, അതേപോലെ 5/6R. ഈ ഒരു ഓർഡർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ഏത് ചോദ്യവും ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം കൂടി കാണിക്കാം. ഈ ഒരു ചോദ്യം നോക്കൂ നിങ്ങൾ. 12 wires each of resistance are connected to form a cube as shown in the figure. The effective resistance ആണ് ചോദിച്ചിരിക്കുന്നത്. സോ between the diagonal of the cube എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി, ക്യൂബിൻ്റെ ഡയഗണൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ക്യൂബിൻ്റെ ഡയഗണൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് 5/6R ആണ്. അതേപോലെ ഫേസിൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3/4R ആണ്. അതേപോലെ എഡ്ജിലുണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് 7/12R ആണ്. സോ തന്നിരിക്കുന്ന 3 ഓപ്ഷൻസും നമ്മൾ പഠിച്ചിരിക്കുന്ന 3 കേസുകളാണ്. ദാറ്റ് മീൻസ് ഈ ഓൾ ഓപ്ഷൻസ് എന്താണ്, കറക്റ്റാണ്. സോ ഈ ടൈപ്പ് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലത്തെ ട്രിക്കുകൾ നിങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ട്രിക്കുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.